Anywhere you go, anywhere you go, give it all. സാഷ റെയിൻബോ സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു ന്യൂസിലാൻഡ് ഹൊറർ ത്രില്ലർ ചിത്രമാണ് ദി ഗ്രാഫ്റ്റഡ്. ഒരൊറ്റ വാർണിംഗ് മാത്രമേ തരുന്നുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ഇതിൻ്റെ ക്ലൈമാക്സ് ഭാഗങ്ങൾ കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചത് അതേ പ്ലേറ്റിൽ തന്നെ തിരിച്ചു വീഴും, ഛർദ്ദിക്കും. സോ മനക്കട്ടി ഉള്ളവർ മാത്രം കാണുക. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ചൈനയിലുള്ള ഒരു വലിയ അപ്പാർട്ട്മെൻറ്റ് കാണാം. ആ അപ്പാർട്ട്മെൻറ്റിൽ ഒരു അച്ഛനെയും മകളെയും കാണാം. ഈ മകളാണ് നായിക, പേര് വി. മകൾ എന്തോ ചിത്രം വരക്കുന്നത് കണ്ടിട്ട് അച്ഛൻ നീ എന്താ വരക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛ നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കിലാണ് ഈ ചിത്രത്തെ ഞാൻ കണ്ടത്. ഇതെന്ത് പൂവാണ് അച്ഛ എന്ന് ചോദിക്കുമ്പോൾ ഇത് കോർപ്പസ് എന്നൊരു വ്യത്യസ്തമായ ഒരു പൂവാണ്. ഈ പൂവ് ഇരയെ ആകർഷിക്കാൻ വേണ്ടി ഒരു സ്മെല്ല് പുറന്തള്ളും. ആ മണം ആകർഷിച്ചു വരുന്ന ഇരകളെ ആ പൂവ് കടിച്ചു തിന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അച്ഛ പാമ്പുകൾക്ക് വിശക്കാൻ സമയമായി, ഭക്ഷണം കൊടുക്കേണ്ടേ? അത് കേട്ട് അച്ഛൻ വാ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി എലികളെയൊക്കെ പിടിച്ച് പാമ്പുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്. എന്നിട്ട് മോളെ നീ ഹോംവർക്ക് എല്ലാം ചെയ്തു തീർക്ക്, എനിക്ക് വേറെ ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് പോവാൻ നോക്കുമ്പോൾ മകൾ തടഞ്ഞു നിർത്തി. നിങ്ങൾ എവിടേക്കാ പോകുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുഖത്തുള്ള ആ തഴമ്പ് ഇല്ലാതാക്കാനുള്ള മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതല്ലേ? അതേ മോളെ, എൻ്റെ മുഖത്തുള്ള തഴമ്പ് മാത്രമല്ല നിന്റെ മുഖത്തുള്ളതും. ഇനി നമ്മുടെ ഫാമിലിയിൽ ആർക്കും ഇതേപോലെ തഴമ്പ് വരാൻ പാടില്ല. അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് മകളെ പഠിപ്പിക്കാൻ ഇരുത്തുകയും ശേഷം പല വർഷമായി തൻ്റെ മുഖത്തുള്ള തഴമ്പും മകളുടെ മുഖത്തുള്ള തഴമ്പും ഇല്ലാതാക്കാൻ മരുന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. ആ തഴമ്പ് അവരുടെ ഫാമിലിയിൽ പാരമ്പര്യമായിട്ട് വരുന്നതാണ്. അങ്ങനെ ഒടുവിൽ ഇപ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ മരുന്ന് എലിയുടെ തോലിൽ കുത്തിവെച്ച് അയാളുടെ മുഖത്തെ ആ തഴമ്പുള്ള ഭാഗത്തേക്ക് വെക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത് അയാളുടെ തഴമ്പുള്ള ആ ഭാഗം തഴമ്പൊക്കെ മാറി നോർമലാവാൻ തുടങ്ങി. അത് കണ്ട് അയാൾ ഒരുപാട് സന്തോഷിക്കുകയാണ്. എന്നാൽ മറ്റൊരു ട്വിസ്റ്റ് എന്തെന്നാൽ അവിടെ ഒട്ടിച്ചു വെച്ച ആ തോല് അയാളുടെ വായ അടക്കം പരന്ന് മൂടാൻ തുടങ്ങി. ഉടനെ അത് തടുത്തു നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പുസ്തകത്തിലൊക്കെ തിരയാൻ തുടങ്ങി. എന്നാൽ വായ മൊത്തത്തിൽ മൂടിക്കഴിഞ്ഞതോടെ ഇങ്ങനെ വിട്ടാൽ എൻ്റെ മുഖം മൊത്തത്തിൽ മൂടും എന്ന് മനസ്സിലാക്കി ഒരു കത്തിയെടുത്ത് വായയുടെ ഭാഗം വായ പോലെ മുറിച്ച് മാറ്റുകയാണ്. എന്നാൽ എത്ര തവണ മുറിച്ച് മാറ്റിയാലും വീണ്ടും വീണ്ടും ആ ഭാഗം മൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന മകൾ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് മനസ്സിലാക്കി കത്തിയെടുത്ത് അച്ഛൻ്റെ വായ മുറിക്കാൻ തുടങ്ങി. എന്നാൽ അവൾക്ക് തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ചെറിയ കുട്ടി പെണ്ണായിരുന്ന നായിക വളർന്നു വലുതായി. അവളുടെ അച്ഛൻ ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നില്ലേ, പാരമ്പര്യമായി മുഖത്ത് വരുന്ന തഴമ്പ് ഇല്ലാതാക്കാനുള്ള മരുന്ന്. അതിപ്പോൾ ഇവളും കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അതും മരിച്ചുപോയ പൂമ്പാറ്റയും പല്ലിയെയും പഴുതാരയും അതുപോലുള്ള ജീവിയുടെ ഒക്കെ ചിറകും വാലും കൈയും കാലും ഒക്കെ എടുത്താണ് പരീക്ഷണം. അതേപോലെ ഇവളുടെ ഈ ഒരു സ്വഭാവം കണ്ട് നാട്ടുകാരൊക്കെ അവളെ വിളിക്കുന്നത് സൈക്കോ എന്നാണ്. എന്നാൽ പഠിക്കാൻ മിടുക്കിയാണ്. അതിനാൽ ഇപ്പോൾ ന്യൂസിലാൻഡിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. അതിനാൽ ഈ നാട്ടിൽ നിൽക്കുന്നത് വേണ്ട എന്ന് തീരുമാനിച്ച് പെട്ടിയും കിടക്കയും എടുത്ത് ചൈനയിൽ നിന്നും നേരെ ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ്. അവിടെ അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ആൻറ്റി വന്നിരിക്കുകയാണ്. അതായത് അച്ഛൻ്റെ അനിയത്തി. ആൻറ്റി അവളെ കണ്ട് വി മോളെ നീ ഇത്രയും വളർന്നു അല്ലേ? പണ്ട് നിന്നെ കാണാൻ ചെറിയ കുട്ടിയായിരുന്നു. നിന്റെ അച്ഛൻ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് സ്കോളർഷിപ്പോട് കൂടി ഇവിടെ പഠിക്കാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. നീ ഇനി അതോർത്ത് വിഷമിക്കേണ്ട. നിന്റെ അച്ഛനെ പോലെ നീയും ഒരു വലിയ സയൻറ്റിസ്റ്റായി മാറണം എന്നൊക്കെ ആൻറ്റി പറയുകയാണ്. എന്നാൽ അവൾ അതൊന്നും കാര്യമായി ശ്രദ്ധിക്കാതെ അവളുടെ മുഖത്തുള്ള തഴമ്പ് കാണാതിരിക്കാൻ തുണി കൊണ്ട് മറച്ചു വെക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കെ അവൾക്ക് അവിടെ ഒരു ബാനർ കാണുകയാണ്. അതിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് എൻ്റെ മുഖത്ത് തഴമ്പ് ഇല്ലായിരുന്നെങ്കിൽ ഞാനും അതേപോലെ സുന്ദരിയായനെ എന്നൊക്കെ ചിന്തിച്ച് നേരെ ആൻറ്റിയുടെ വീട്ടിൽ എത്തുകയാണ്. അവിടെ വീടിൻ്റെ ഓണർ ലേഡി ഗാർഡൻ വൃത്തിയാക്കുന്നുണ്ട്. ആൻറ്റി വി എ ഓണർ ലേഡിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഓണർ ലേഡി വി എ ഒരുമാതിരി കുറുകുറുന്ന് നോക്കുകയാണ്. അതിനുശേഷം നേരെ വീടിനകത്ത് കയറിയപ്പോൾ അവിടെ ഒരു ഡോഗ് അത് വി എ നോക്കി ഒരുമാതിരി കുരക്കുകയാണ്. അന്നേരം ആൻറ്റിയുടെ മകൾ ഏഞ്ചല അവിടേക്ക് വന്ന് നായയെ എടുത്ത് ഹേയ് നീ പേടിക്കേണ്ട,
ഇവൾ പരിചയമില്ലാത്ത ആര് ഇവിടെ വന്നാലും കുരക്കും എന്ന് പറയുകയും അത് കേട്ട് ഓക്കെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വി ആൻറ്റിയോട് ചൈനീസ് ഭാഷയിൽ സംസാരിക്കുകയാണ്. അത് കണ്ടിട്ട് ഏഞ്ചല നിങ്ങൾ ഇത് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ ഇത് ചൈനീസ് ഭാഷയാണ്, നിനക്കിത് മനസ്സിലാവില്ല, നീ വിഷമിക്കേണ്ട, ഇവളോട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്കും ഈ ഭാഷ പഠിച്ചെടുക്കാം. അന്നേരം വി പറയുന്നു അത് കുഴപ്പമില്ല, ചൈനീസ് സംസാരിക്കണം എന്നില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷിൽ സംസാരിച്ചാലും മതി. അത് കേട്ട് ആൻറ്റി കേട്ടില്ലേ, ഇവളെ കണ്ടു പഠിക്ക്, ഇവൾക്ക് ചൈനീസ് മാത്രമല്ല ഇംഗ്ലീഷും അറിയാം എന്ന് പറയുകയാണ്. എന്നിട്ട് നേരെ അവൾക്കുള്ള റൂം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവൾ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കുമ്പോൾ ജനാല വഴി താഴെ ഓണർ ലേഡി പുല്ല് ചെത്തുന്നത് കണ്ട് നോക്കി നിൽക്കെ പെട്ടെന്ന് അവിടേക്ക് ഏഞ്ചല വന്ന് നിനക്ക് ഡിന്നർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, താഴേക്ക് വന്ന് കഴിക്ക് എന്ന് പറയുകയാണ്. അന്നേരം വി ആണെങ്കിൽ അവളോട് സംസാരിച്ച് ഫ്രണ്ട്ലി ആവാൻ നോക്കിയെങ്കിലും ഏഞ്ചലയ്ക്ക് അവളോട് കൂടുതൽ താല്പര്യമൊന്നുമില്ല. അച്ഛൻ്റെ കോൾ വരികയും ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു കൊണ്ടുപോവുകയാണ്. അതേപോലെ വിക്കുള്ള ഒരു മോശമായ ശീലം എന്തെന്നാൽ മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതാണ്. അതേപോലെ ഇപ്പോൾ ഏഞ്ചല അവളുടെ അച്ഛനോട് സംസാരിക്കുന്നത് വി ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ തുടങ്ങി. അവൾ അച്ഛനോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ വി ഈ വീട്ടിലേക്ക് വന്ന് താമസിക്കുന്നത് ഏഞ്ചലയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ കാര്യം അച്ഛനോട് പറയുകയാണ്. അതേപോലെ വിയെ കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങി. വിയെ കാണാൻ ഒരു പട്ടിക്കാട്ടിൽ നിന്ന് വന്ന പോലെയുണ്ട്, അവളുടെ മോന്ത കാണുന്നതേ എനിക്ക് വെറുപ്പാണ്, എനിക്ക് ഈ വീട്ടിൽ അമ്മയുടെ കൂടെ നിൽക്കണ്ട, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതി അച്ഛാ, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൂട്ടിയിട്ട് പോ എന്നൊക്കെ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇവളുടെ അച്ഛനും അമ്മയും ഡിവോഴ്സാണ്. വി ഒളിഞ്ഞു നോക്കുന്നത് ഏഞ്ചലയുടെ ഡോഗിന് കാണുകയും ഡോഗ് കുരയ്ക്കാൻ തുടങ്ങി. ആ കുരക്കുന്നത് കേട്ട് അവൾ ഡോറിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ വിയെ കാണാനില്ല. വി അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്ന് വിക്ക് കോളേജിൽ ഫസ്റ്റ് ഡേ ആണ്. അതിനാൽ അച്ഛൻ്റെ ഫോട്ടോയുടെ മുൻപിൽ ചന്ദനത്തിരി കത്തിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛാ ഇന്ന് എനിക്ക് കോളേജിൽ ഫസ്റ്റ് ഡേ ആണ്, അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ കോളേജിലേക്ക് നടന്നു പോകാൻ തുടങ്ങി. അന്നേരം വഴിയിൽ ഒരു മുഖം വെന്തതുപോലെ ആകെ വികൃതമായി ഇരിക്കുന്നത് കാണുകയും അയാളോട് സയൻസ് ബിൽഡിംഗ് എവിടെയാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മോളെ ദേ ആ വശത്താണുള്ളത് എന്ന് പറയുകയാണ്. അന്നേരം ശരി, എൻ്റെ പേര് വി, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ജോൺ. ശരി ജോൺ അങ്കിളെ, നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് അവൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്തു. അവിടെ പ്രൊഫസർ എല്ലാവർക്കും ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തിയിരുന്നു. ആ ടെസ്റ്റിൽ കുറേ പേർ 60, 70, 80 അങ്ങനെയൊക്കെ മാർക്ക് വാങ്ങിയിരുന്നു. എന്നാൽ വിക്ക് മാത്രം 100-ൽ 100 മാർക്ക്. അതിനാൽ എല്ലാവരും വിയെ തന്നെ അതിശയത്തോടെ നോക്കുകയാണ്. അങ്ങനെ പ്രൊഫസർ അവളെ പ്രോത്സാഹിപ്പിച്ച ശേഷം എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്ക്, ഇവിടെയുള്ള ലാബിനെയും ലാബിലുള്ള കാര്യങ്ങളെയൊക്കെ നോക്കാൻ ഒരു അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈവനിങ് എന്നെ വന്ന് കാണ് എന്ന് പറഞ്ഞു പ്രൊഫസർ അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം വി മാത്രം ഒറ്റയ്ക്ക് ആ ലാബിലേക്ക് പോവുകയും അവളുടെ അച്ഛൻ റിസർച്ച് ചെയ്ത് എഴുതിയ ആ ബുക്ക് എടുത്തുകൊണ്ടാണ് പോയത്. അത് വെച്ച് അവിടെ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അന്നേരം കൃത്യം അവിടേക്ക് പ്രൊഫസർ എത്തുകയും ആ ബുക്ക് വാങ്ങി നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, ജീവനോടെ ഉള്ളപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോൾ അച്ഛൻ ജീവനോടെ ഇല്ല, അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കണം. അത് കേട്ട് പ്രൊഫസർ ആ പുസ്തകം തുറന്നു നോക്കി വായിച്ചപ്പോൾ അതിലെ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ കണ്ട് പ്രൊഫസർക്ക് തന്നെ അതിശയം തോന്നുകയാണ്. എന്നിട്ട് നീ ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യണ്ട, ഈ ലാബിൻ്റെ അസിസ്റ്റന്റ് ആയി നിൽക്ക്, അതിനുശേഷം നിനക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും നിന്നെ ചോദിക്കാൻ വരില്ല. അത് കേട്ട് അവൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി ഏഞ്ചല അവളുടെ 2 ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വി അവളുടെ അച്ഛൻ്റെ ഫോട്ടോ ഡെക്കറേഷൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ കണ്ട് അതിശയത്തോടെ നോക്കി കളിയാക്കുകയും വിയുടെ റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ അവൾ പരീക്ഷണം ചെയ്യാൻ വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അതായത് പൂമ്പാറ്റകളുടെ ചിറകും പല്ലിയുടെ വാലും കാര്യങ്ങളൊക്കെ. അതൊക്കെ കൗതുകത്തോടെ നോക്കി ശേഷം നേരെ ഹാളിൽ പോയി TV കാണാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് വി വരുന്നത് കണ്ട് എല്ലാവരും വേണമെന്ന് കരുതി വിയെ നോക്കി എന്തോ പ്രേതത്തെ കണ്ട പോലെ പേടിച്ച് അഭിനയിക്കുകയാണ്. എന്നാൽ അതൊന്നും വി വലിയ കാര്യമായി എടുത്തില്ല. അവരെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. അവിടെയും അവർ വെറുതെ വിടാതെ ഛർദ്ദിക്കുന്ന പോലെ ആംഗ്യം കാണിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇതേ നേരം പ്രൊഫസറിനെ കാണാം. ഒരു മെയിൽ വന്നത് കണ്ടിട്ട് ടെൻഷനോടെ നോക്കിയിരിക്കുകയാണ്. എന്തെന്നാൽ ഇയാൾ എന്തോ ഒരു റിസർച്ചിന്റെ ആവശ്യത്തിനായി വലിയൊരു കമ്പനിയിൽ നിന്നും കുറെ പൈസ വാങ്ങിയിട്ടുണ്ട്. അതിനാൽ മെയിൽ വന്നിട്ടുള്ളത് ഇനി 2 ആഴ്ചക്കുള്ളിൽ നീ ചെയ്ത റിസർച്ച് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് തന്നുകൊണ്ടിരുന്ന ഫണ്ട് ഇനി കിട്ടില്ല, അത് കംപ്ലീറ്റ് ആയി നമ്മൾ സ്റ്റോപ്പ് ചെയ്യും എന്നായിരുന്നു ആ മെയിലിലുള്ളത്. യഥാർത്ഥത്തിൽ പ്രൊഫസർ ഇതുവരെയായിട്ടും ഒരു റിസർച്ചും ചെയ്യാതെ ഒരുപാട് പൈസ വാങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ
പ്രൊഫസർ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വി ആണെങ്കിൽ ഏഞ്ചലയെയും ഫ്രണ്ട്സിനെയും ദൂരെ നിന്ന് നോക്കി നിൽക്കുകയാണ്. എന്തെന്നാൽ ഇവൾക്ക് ഫ്രണ്ട്സ് ആരുമില്ലല്ലോ, ഇവരുടെ കൂടെയെങ്കിലും ഫ്രണ്ട്ഷിപ്പ് കൂടാം എന്നാണ് ഇവളുടെ ആഗ്രഹം. അതിനാൽ ഇപ്പോൾ അവരോടായി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചൈനീസ് ഫുഡുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വാങ്ങിച്ചു തരാം, ഇന്ന് നൈറ്റ് ഡിന്നറിന് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഫുഡ് കിട്ടുന്ന കാര്യമായതിനാൽ അവരെല്ലാവരും സമ്മതിക്കുകയും എല്ലാവരും ഹോട്ടലിൽ പോയി ഫുഡ് അടിക്കാൻ തുടങ്ങി. അതിനു മുൻപ് ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് വി ഫോൺ എടുത്ത് ക്യാമറയിൽ കൂടി ചിരിച്ചു നോക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഇഞ്ചി കടിച്ച മങ്കിയെ പോലെ ചിരിക്കാതെ ഒരുമാതിരി ഇരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഫുഡ് വരികയും വി ആണെങ്കിൽ ഓരോരുത്തർക്കും എടുത്ത് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ആ ഫുഡ് കഴിച്ച ഏഞ്ചലയുടെ ഫ്രണ്ട്സിന് ആ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ ഏഞ്ചലയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏഞ്ചലയുടെ അമ്മയോട് വി ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. ആ ഫുഡും ഇപ്പോൾ ഓർഡർ ചെയ്തു മുൻപിൽ വെച്ചെങ്കിലും അതും അവർ കഴിക്കുന്നതേ ഇല്ല. അതിനാൽ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കണം എന്ന് അറിയില്ലേ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കഴിച്ച് കാണിക്കുമ്പോൾ അത് കണ്ടതോടെ 3 പേർക്കും ഒരുമാതിരി എന്തൊക്കെയോ ആവുകയാണ്. അതിനാൽ സോറി, ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതെ അവർ 3 പേരും പോവുകയാണ്. വീക്ക് ആണെങ്കിൽ ആകെ വിഷമമാവുകയാണ്. അത് മാത്രമല്ല അവർക്ക് വേണ്ടി ഒരുപാട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അവസാനം പുറത്തുള്ള ആ ജോൺ അങ്കിളിന് കൊണ്ടുപോയി കൊടുത്ത് അയാളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഈ കവിളിലുള്ള തഴമ്പ് കണ്ടില്ലേ, ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായി വരുന്നതാണ്. അതിന് കാരണം നമ്മുടെ പൂർവികർ ഒരു പാപം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശാപമാണ് ഈ തഴമ്പ് കാരണം എൻ്റെ സൗന്ദര്യം ആകെ പോയി എന്ന് വിഷമിച്ച് പറയുകയാണ്. അത് കേട്ട് ജോൺ പറയുന്നു, അതിന് നിനക്ക് എന്ത് കുറവാണുള്ളത്, നീ നല്ല സുന്ദരിയായിട്ടാണല്ലോ ഉള്ളത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ കൃത്യം അവിടേക്ക് പ്രൊഫസർ വരികയാണ്. എന്നിട്ട് അവളെ കാറിൽ കയറ്റി ഞാൻ നിന്നെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോവുകയാണ്. അതിനിടയിൽ നിന്റെ അച്ഛൻ ചെയ്ത റിസർച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ എന്ത് വേണേലും ചെയ്യ്, അതിനുവേണ്ടി നിനക്ക് ലാബ് ഉപയോഗിക്കാം, മാത്രമല്ല നിനക്ക് വേണ്ട സഹായവും ഞാൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം, നീ ഒരിക്കലും നിന്റെ റിസർച്ച് നിർത്തരുത്, നീ തുടർന്നു കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞ് അവളെ ഡ്രോപ്പ് ചെയ്തു പോവുകയാണ്. അങ്ങനെ അവൾ നേരെ ആൻറ്റിയുടെ വീട്ടിലെത്തി നോക്കുമ്പോൾ അവിടെ ഏഞ്ചലയും അവളുടെ ഒരു ബോയ് ഫ്രണ്ടും തമ്മിൽ ഡിങ്കോൾഫിയിൽ ഏർപ്പെടുന്ന കാഴ്ച കാണുകയാണ്. അത് നോക്കി നിൽക്കെ ആ നായ ഉണ്ടല്ലോ, അത് കുരക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൾ താഴേക്ക് പോയി ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. എന്നാൽ ഏഞ്ചല താഴേക്ക് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ വഴക്ക് പറയാൻ തുടങ്ങി. എടി, നിനക്ക് മര്യാദ എന്ന് പറയുന്ന സംഭവം ഇല്ലേ, നാണവും മാനവും ഇല്ലാത്തവളെ, എന്തിനാ എൻ്റെ റൂമിൽ വന്ന് എത്തി നോക്കിയത്? ദേ നോക്ക്, നിന്റെ അടുത്ത് ഓപ്പണായിട്ട് ഒരു കാര്യം പറയാം, എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ, അതിനാൽ ഇനി മുതൽ എൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് വന്നാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ലാബിൽ വെച്ച് പ്രൊഫസറും വിയും പണ്ട് അവളുടെ അച്ഛൻ മുഖത്ത് തഴമ്പ് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മരുന്ന് കണ്ടുപിടിച്ചിരുന്നില്ലേ, ആ മരുന്നിൻ്റെ ബാക്കി റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ 2 പേരും ഇപ്പോൾ ശ്രമിക്കുകയാണ്. അച്ഛൻ കണ്ടുപിടിച്ച ആ മരുന്നിൽ എന്തോ ഒരു ഇൻഗ്രീഡിയൻറ്റ് മിസ്സാണ്, ആ ഒരു കാര്യം മാത്രം കണ്ടുപിടിച്ചാൽ മതി, മരുന്ന് കംപ്ലീറ്റ് ആവും. എന്നാൽ എത്ര ട്രൈ ചെയ്തിട്ടും അത് എന്താണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ഏഞ്ചലയുടെ ഒരു കൂട്ടുകാരി, അവളുടെ പേര് ജാസ്മിൻ, അവളിപ്പോൾ വിയോട് സംസാരിക്കാൻ വരികയാണ്. എന്നിട്ട് അന്ന് ഹോട്ടലിൽ നടന്നതിനൊക്കെ സോറി, നിന്നോട് അപമര്യാദയായി പെരുമാറിയതിനൊക്കെ സോറി, പിന്നെ ഏഞ്ചലയും ഈവയും ഇവിടെ ജനിച്ചു വളർന്നവരാണ്, നിന്റെ കൾച്ചറും നിന്റെ ഫുഡും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല, കാരണം അവർക്ക് അതൊന്നും ശീലമില്ലാത്തത് കൊണ്ടാണ്. എനിക്കെന്തോ നിന്റെ കൂടെ ഫ്രണ്ടായി നിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, അതിനാൽ ഇനി മുതൽ നമുക്ക് 2 പേർക്കും ബെസ്റ്റ് ഫ്രണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് പിന്നെ നീ എന്തിനാ എപ്പോഴും കഴുത്തിൽ ഷോൾ ഇട്ടിരിക്കുന്നത്, നിന്റെ മുഖത്തുള്ള ആ തഴമ്പ് മറച്ചു വെക്കാൻ അല്ലേ, അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, ആ തഴമ്പുള്ളത് കൊണ്ട് നിന്റെ സൗന്ദര്യം കുറഞ്ഞു പോകില്ല എന്ന് പറഞ്ഞ് ഷോൾ എടുത്തു മാറ്റി. അങ്ങനെ 2 പേരും കമ്പനിയായി സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ വിക്ക് ഒരു നോട്ടീസ് കിട്ടുകയാണ്. തുടക്കത്തിൽ വി അവളുടെ അച്ഛൻ്റെ ഒരു ബുക്ക് കണ്ട് ഒരു ചിത്രം വരച്ചിരുന്നില്ലേ, ആ പൂവാണ് നോട്ടീസിൽ ഉള്ളത്. ഏകദേശം 5 വർഷത്തിലൊരിക്കലാണ് ആ പൂവ് പൂക്കുന്നത്. അതേപോലെ ഇവർ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മിസ്സായി എന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ഈ പൂവാണ്. അങ്ങനെ ഇപ്പോൾ ആ പൂവ് എവിടെയാ ഉള്ളത് എന്ന് കണ്ടുപിടിച്ച് അത് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ലാബിൽ വെച്ച് അവളുടെ അച്ഛൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ച ആ മരുന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ആ മരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നിട്ട് ആ മരുന്ന് അവളുടെ ശരീരത്തിൽ തന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ച് തുടയിലെ
ഒരു കഷ്ണം തോൽ മുറിച്ചു മാറ്റി അവിടെ പന്നിയുടെ തോൽ വെച്ച് കണ്ടുപിടിച്ച മരുന്ന് ഇഞ്ചക്ട് ചെയ്യുകയും അതോടെ അവിടെ ഉണ്ടായിരുന്ന മുറിവ് ഉണങ്ങി ആ പന്നിയുടെ ശരീരത്തിലെ തോൽ അവളുടെ ശരീരത്തിലേക്ക് കൂടിച്ചേരുകയും ചെയ്തു. ഇതേ നേരം പ്രൊഫസറിനെയും ഏഞ്ചലയുടെ ഫ്രണ്ടായ ഈവയെയും കാണാം. രണ്ടുപേരും ഡിങ്കോൾഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ലാബിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവിടെ പോയി നോക്കുമ്പോൾ വി അവളുടെ തുട കാണിച്ച്, നോക്ക്, ഞാൻ ആ മരുന്ന് കണ്ടുപിടിച്ചു, ആ മരുന്ന് ഞാൻ പരീക്ഷിച്ചു നോക്കി, എൻ്റെ കാലിലെ മുറിവ് ഉണങ്ങി എന്ന് പറയുമ്പോൾ പ്രൊഫസർ ആണെങ്കിൽ കൗതുകത്തോടെ അവളുടെ തുടയിലേക്ക് കുറുകുറുന്ന് നോക്കുമ്പോൾ ഇതേ നേരം ലാബിൻ്റെ പുറത്ത് നിന്നിട്ടുള്ള ഈവ ആ കാര്യങ്ങൾ മോശമായ രീതിയിൽ ഫോട്ടോ എടുക്കുകയും ശേഷം നേരെ അവരുടെ അടുത്തേക്ക് പോയി, അയ്യോ നിങ്ങൾക്കിടയിൽ ഞാനൊരു ശല്യമായോ എന്നൊരു ചോദ്യം. അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്ന് വി പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും അവിടുന്ന് പോവുകയും ചെയ്തു. പ്രൊഫസർ ആണെങ്കിൽ വി മരുന്ന് കണ്ടുപിടിച്ചല്ലോ, ഭാഗ്യം എന്ന് സന്തോഷിച്ച് വിയുടെ അച്ഛൻ്റെ പുസ്തകത്തിൽ റിസർച്ച് ചെയ്ത് വച്ചിരിക്കുന്ന കുറിപ്പ് കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് ഒരാൾക്ക് അത് ചൈനീസിൽ ആയതിനാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കുകയാണ്. അതേപോലെ ഈവയാണെങ്കിൽ അവൾ നേരത്തെ പ്രൊഫസറിൻ്റെയും വിയുടെയും തെറ്റായ രീതിയിലുള്ള ഫോട്ടോ എടുത്തിരുന്നില്ലേ, അത് നേരെ ഏഞ്ചലയ്ക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനാൽ ഏഞ്ചല അവളുടെ അമ്മയെ കോൾ ചെയ്ത്, അമ്മേ നിങ്ങൾക്കൊരു കാര്യമറിയോ, എന്തിനാ ആ വിയെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, അവൾ എന്തൊക്കെ മോശമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നറിയോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മ അത് കേൾക്കുന്ന മാതിരിയില്ല. ഇവളെ തിരിച്ച് വഴക്ക് പറയുകയാണ്. അതിനാൽ ഏഞ്ചലയ്ക്ക് ദേഷ്യം വരികയും വിയുടെ അച്ഛൻ്റെ ഫോട്ടോ ഒരു ചടങ്ങ് പോലെ ചെയ്തു വച്ചിരുന്ന ആ ഫോട്ടോ സ്റ്റാൻഡ് എടുത്ത് അടിച്ചു ഉടച്ചു കളയുകയാണ്. ഇതേ നേരം ഈവയാണെങ്കിൽ വിയെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട്, എടേ നീ കോളേജിൽ വന്നിട്ട് ഒരു മാസം കൂടി ആയിട്ടില്ല, അതിനിടയിൽ ഞാൻ വളക്കാൻ നോക്കിയ പ്രൊഫസറിനെ നീ എങ്ങനെ അത്ര പെട്ടെന്ന് വളച്ചെടുത്തത് എന്ന് ഈവ ചോദിക്കുമ്പോൾ, അയ്യോ നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നുമില്ല, ഞാൻ എൻ്റെ കാലിലൊരു എക്സ്പെരിമെൻ്റ് ചെയ്തു, അതാ പ്രൊഫസറിന് ഞാൻ കാണിച്ചത്, അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊന്നും ഞാൻ കാണിച്ചില്ല, നീ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ വി പറഞ്ഞെങ്കിലും ഈവ അതൊന്നും വിശ്വസിക്കുന്നതേ ഇല്ല. എടി ബഗഡത്തി, എന്നെ പൊട്ടത്തിയാക്കാൻ നോക്കരുത്, മനസ്സിലായോ, നിങ്ങൾക്കുള്ളിൽ ഒരു ഡിങ്കോൾഫി ബന്ധം ഉണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഈവ അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കാർ എടുത്ത് ഒരൊറ്റ പോക്ക്. വി ആണെങ്കിൽ അവിടുന്ന് എങ്ങനെയൊക്കെയോ ആയി നടന്ന് ഒടുവിൽ വീട്ടിലെത്തി നോക്കുമ്പോൾ അവിടെ ഏഞ്ചല വിയുടെ അച്ഛൻ്റെ ഫോട്ടോ തകർത്ത് വെച്ചിരിക്കുന്നത് കാണുകയാണ്. ആകെ ദേഷ്യം വന്ന വി ഏഞ്ചലയോട് എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഏഞ്ചലയും ദേഷ്യത്തിൽ, നീ എവിടുന്നാണ് വന്നത്, അവിടെ തന്നെ തിരിച്ചു പോ എന്ന് പറയുകയാണ്. എന്നാൽ ഫോട്ടോ ഉടച്ചതിനാൽ കൂടുതൽ ദേഷ്യം വന്ന് അവളും തിരിച്ച് അടിക്കാൻ തുടങ്ങി. രണ്ടുപേരും പോരാടിക്കൊണ്ടിരിക്കെ വീക്ക് ആണെങ്കിൽ അവിടെ നിന്നൊരു കൂർത്ത ടൂൾ കിട്ടുകയും അതെടുത്ത് ഏഞ്ചലയുടെ കണ്ണിലേക്ക് ഒരൊറ്റ കുത്ത്, വേണമെന്ന് കരുതി കുത്തിയതല്ല, ആ ഒരു വെപ്രാളത്തിൽ കുത്തിപ്പോയതാണ്. എന്നാൽ പറഞ്ഞിട്ട് എന്ത് കാര്യം, സ്പോട്ടിൽ തന്നെ ഏഞ്ചല അവിടെ മരിച്ചു പോവുകയും ചെയ്തു. അതേപോലെ പുറത്തു പോയ ആൻറ്റി, അതായത് ഏഞ്ചലയുടെ അമ്മ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ആണെങ്കിൽ വി ഏഞ്ചലയുടെ ബോഡി എന്ത് ചെയ്യണം എന്നറിയാതെ തറന്ന് വലിച്ചുകൊണ്ട് മേലെ കൊണ്ടുപോയി ബാത്ത് ടബിൽ കിടത്തി അവളുടെ കണ്ണിൽ കുത്തിയിരിക്കുന്ന ആ ടൂൾ വലിച്ചൂരി അവളുടെ മുഖത്തെ തോല് മാത്രം ഒരു മാസ്ക് പോലെ ഊരിയെടുക്കുകയാണ്. അതേപോലെ വി അവളുടെ മുഖത്തെ തോലും ഊരിയെടുക്കുകയാണ്. എന്നിട്ട് വിയുടെ മുഖത്തെ തോൽ ഏഞ്ചലയുടെ മുഖത്തും ഏഞ്ചലയുടെ മുഖത്തെ തോൽ വിയുടെ മുഖത്തും പരസ്പരം മാറ്റിവെച്ച് അവൾ കണ്ടുപിടിച്ച ആ മരുന്ന് അവൾ രണ്ടുപേരുടെയും മുഖത്ത് ഇഞ്ചക്ട് ചെയ്തു വെക്കുകയും അതോടെ രണ്ടുപേരുടെയും മുഖച്ഛായ പരസ്പരം മാറുകയാണ്. അതായത് ഇപ്പോൾ വി ഏഞ്ചലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ മുഖച്ഛായ മാത്രം മാറിയിട്ട് കാര്യമില്ലല്ലോ, അവൾ ധരിക്കുന്ന പോലത്തെ വസ്ത്രം ധരിക്കേണ്ടേ. അതിനാൽ വി ഏഞ്ചലയുടെ വസ്ത്രം എടുത്ത് വെപ്രാളപ്പെട്ടുകൊണ്ട് ഏത് ധരിക്കണം എന്ന് തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവിടേക്ക് അവളുടെ ആൻറ്റി, അതായത് മരിച്ചുപോയ ഏഞ്ചലയുടെ അമ്മ എത്തുകയും ചെയ്തു. എന്നാൽ അത് വി ആണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ, മുഖം ഏഞ്ചലയുടെ പോലെയാണല്ലോ ഉള്ളത്. അതിനാൽ ഇത് ഏഞ്ചലയാണെന്ന് തെറ്റിദ്ധരിച്ച്, എന്താ മോളെ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്, നിനക്ക് വിയെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, അവളോട് കുറച്ച് ഫ്രണ്ട്ലി ആയി സംസാരിക്ക്, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അവളെ ഇഷ്ടപ്പെടും, വിയെ വെറുക്കരുത്, വി എൻ്റെ ബ്രദറിൻ്റെ മകൾ അല്ലേ, അവളെ നമ്മളല്ലേ നല്ല രീതിയിൽ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അമ്മ നേരെ വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അത് വി ആണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല. അതിനാൽ വി ആശ്വസിക്കുകയാണ്. എന്നാൽ ഏഞ്ചലയുടെ ബോഡി എവിടെയാ ഉള്ളത് എന്ന് വെച്ചാൽ കട്ടിലിനടിയിലാണ്. അത് ഇപ്പോൾ നായ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം വി നല്ല ആലോചനയിലാണ്. താൻ ചെയ്ത കൊല എങ്ങനെ മറച്ചു വെക്കണം എന്നൊക്കെ ചിന്തിച്ച് താൻ വി ആണെന്ന് ആർക്കും മനസ്സിലാകാൻ പാടില്ല, ഏഞ്ചല തന്നെയാണ് എന്ന് എല്ലാവരും കരുതണം എന്ന് ചിന്തിച്ച് ഏഞ്ചലയുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ട് ഏഞ്ചല എങ്ങനെയാണ് ചിരിക്കുന്നത്, എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറുന്നത് എന്നൊക്കെ നോക്കി വി പഠിക്കുകയാണ്. അന്നേരം ആൻറ്റി കഥക് തട്ടി, എന്താ മോളെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എന്ന് ചോദിക്കും.
ചോദിക്കുമ്പോൾ ഇവൾ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം ശരി മോളെ, എനിക്കൊരു അർജന്റ് മാറ്റർ ഉണ്ട്, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ, അതുവരെ ശ്രദ്ധിച്ചു നിൽക്കണേ എന്ന് പറഞ്ഞ് ആൻറ്റി അവിടുന്ന് പോവുകയാണ്. വി ആണെങ്കിൽ ഏഞ്ചലയുടെ വസ്ത്രം ഒക്കെ ധരിച്ച് നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ സ്കൂളിലുള്ള എല്ലാവരും വിയെ വ്യത്യസ്തമായി നോക്കുകയാണ്. എന്തെന്നാൽ അവൾ ഏഞ്ചലയെ പോലെ അഭിനയിക്കുകയാണല്ലോ, അതുകൊണ്ട് ചിലർക്ക് അത് ഏഞ്ചല തന്നെയാണോ എന്നൊരു സംശയം തന്നെ വരികയാണ്. അന്നേരം ഏഞ്ചലയുടെ ബോയ് ഫ്രണ്ട് വന്ന് കെട്ടിപ്പിടിച്ച് എന്താടി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, നിന്റെ ഒരു മെസ്സേജ് പോലും വരുന്നില്ലല്ലോ, ശരി നമ്മൾ എപ്പോഴും വൈകുന്നേരം കാണാറുള്ള സ്ഥലമില്ലേ, അവിടെ നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവൾക്ക് ഒരു കിസ് കൊടുത്ത് അവൻ അവിടുന്ന് പോവുകയാണ്. അന്നേരം അവിടേക്ക് ഏഞ്ചലയുടെ ഫ്രണ്ടുകാരി ജാസ്മിൻ വന്നിട്ട് ഇന്ന് നിനക്ക് വോളിബോൾ മാച്ചില്ലേ, അതിൽ നീ കപ്പ് എടുക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇപ്പോൾ വി ആകെ കുഴഞ്ഞു നിൽക്കുകയാണ്. എന്തെന്നാൽ ഏഞ്ചലയ്ക്ക് മാത്രമേ വോളിബോൾ നല്ല രീതിയിൽ കളിക്കാൻ അറിയൂ, എന്നാൽ വിക്ക് അത് കളിക്കാൻ അറിയില്ല. ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് ഒടുവിൽ ഒരു ഐഡിയ തോന്നി അവളുടെ കൈ ഡോറിൽ വെച്ച് ഉടച്ചു കളയുകയാണ്. കൈ ഉണ്ടെങ്കിൽ മാത്രമല്ലേ വോളിബോൾ കളിക്കാൻ പറ്റൂ. ഇപ്പോൾ അവളുടെ 2 വിരലും ഉടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇനി കുറച്ചുനാൾ വോളിബോൾ കളിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അങ്ങനെ ആ കാര്യത്തിൽ വി സിമ്പിളായി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഈവനിങ്ങിൽ ഏഞ്ചലയുടെ ബോയ് ഫ്രണ്ട് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നില്ലേ, അതിനാൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അവൻ്റെ കൂടെ കാറിൽ പോയി ഒരു റൊമാൻറ്റിക്കായ സ്ഥലത്ത് 2 പേരും ഇരുന്ന് റൊമാൻസ് ചെയ്ത് അവിടെ തന്നെ കിടന്ന് ഡിങ്കോൾഫിയിലേക്ക് കടക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ബോയ് ഫ്രണ്ടിൻ്റെ മുഖം ആകെ മാറുകയാണ്. എന്താണെന്ന് നോക്കിയാൽ വിയുടെ മുഖത്ത് വച്ചിരുന്ന ഏഞ്ചലയുടെ മുഖത്തിൻ്റെ തോൽ മെല്ലെ മെല്ലെ ഇളകി ബോയ് ഫ്രണ്ടിൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ വീഴ്ച. ഇപ്പോൾ അവളുടെ മുഖം പ്രേതത്തെ പോലെ കൊടൂരമായി കണ്ട് പേടിച്ച് ബോയ് ഫ്രണ്ട് ഞെരങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതൊരു കൊക്ക പോലുള്ള സ്ഥലമായിരുന്നു. താഴെ വീണ് അവൻ്റെ കഥയും കഴിഞ്ഞു. ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നേരെ വീട്ടിലേക്ക് പോയി അവളുടെ അച്ഛൻ റിസർച്ച് ചെയ്ത് എഴുതിയ ആ പുസ്തകം എവിടെയാ എന്ന് അന്വേഷിച്ച് നോക്കിയെങ്കിലും അത് കിട്ടിയില്ല. അതിനാൽ പ്രൊഫസറിനെ കോൾ ചെയ്തെങ്കിലും പ്രൊഫസർ കോൾ അറ്റൻഡ് ചെയ്തില്ല. അതിനാൽ പ്രൊഫസറിന് മെസ്സേജ് അയക്കുകയാണ്, പ്രൊഫസർ എൻ്റെ അച്ഛൻ എഴുതിയ ആ പുസ്തകം കാണാനില്ല, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ തിരിച്ചു തരണേ. എന്നാൽ ആ മെസ്സേജ് പ്രൊഫസർ മൈൻഡ് ചെയ്തില്ല. പ്രൊഫസർ ആണെങ്കിൽ ആ പുസ്തകത്തിലെ കുറിപ്പുകൾ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുകയും ശേഷം ആ പൂവ് അന്വേഷിച്ച് പോകാൻ തുടങ്ങി. എന്നാൽ ആ പൂവ് 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കാറുള്ളൂ. അതേപോലെ ആ പൂവ് ഒരു ദിവസം മാത്രമേ വിരിഞ്ഞു നിൽക്കുകയുള്ളൂ. 2ാമത്തെ ദിവസം അത് നശിച്ചു പോകും. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു പൂവ് നശിച്ചു പോയത് കാണുകയാണ്. വേറെ പൂക്കൾ ഒന്നും കാണാത്തതിനാൽ ആ പൂവിൻ്റെ ഒരു കഷ്ണം പ്രൊഫസർ മുറിച്ചെടുക്കുകയാണ്. ഇതേ നേരം വി ആണെങ്കിൽ നേരത്തെ ഇളകി വീണ ഏഞ്ചലയുടെ മുഖത്തിൻ്റെ തോൽ തൻ്റെ മുഖത്തേക്ക് ഒട്ടിച്ചു വെച്ച് നേരെ അവളുടെ കോളേജിലെ ലാബിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവളുടെ അച്ഛൻ എഴുതിയ ആ പുസ്തകം അത് എവിടെയാ ഉള്ളത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അവൾക്ക് പുസ്തകം കിട്ടിയില്ല. അതിനാൽ നേരെ പ്രൊഫസറിനെ വീണ്ടും വിളിച്ച് എനിക്കറിയാം ആ പുസ്തകം നിങ്ങളുടെ കയ്യിൽ തന്നെയാ ഉള്ളത് എന്ന്, അതുകൊണ്ട് മര്യാദയ്ക്ക് എനിക്ക് ആ പുസ്തകം തിരിച്ചു താ എന്ന് പറയുകയാണ്. എന്നാൽ പ്രൊഫസർ ആണെങ്കിൽ പുസ്തകമോ, ഏത് പുസ്തകം, നീ പറയുന്ന പോലുള്ള പുസ്തകം എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ് അഭിമാനിക്കുകയാണ്. എനിക്ക് എല്ലാം മനസ്സിലായി, എൻ്റെ അച്ഛൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ച മരുന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയല്ലേ. അത് കേട്ട് പ്രൊഫസർ അതേടി ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യുകയാ, അതിനിപ്പോൾ നിനക്ക് എന്താ എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു പോവുകയാണ്. അതൊക്കെ കേട്ട് വി ആണെങ്കിൽ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ അവിടെ പ്രൊഫസറിന് വേണ്ടി ഈവ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് കാണുകയാണ്. അതിനാൽ എടി എന്നെ വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ഈവയ്ക്ക് തൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളത് വി ആണെന്ന് അറിയില്ലല്ലോ. അതിനാൽ വാ ഏഞ്ചല, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് കാറിൽ കയറ്റി യാത്ര ആരംഭിച്ചു. അതിനിടയിൽ വി ആണെങ്കിൽ ഈവയെ തന്നെ കുറുകുറുന്ന് നോക്കുകയാണ്. എന്തെന്നാൽ വിയുടെ കണ്ണിന് ഈവയെ കാണാൻ ഭയങ്കര സുന്ദരിയായ ഒരു പെൺകുട്ടിയായിട്ടാണ് കാണുന്നത്. അതിനാൽ അവളെപ്പോലെ തന്നെ ഒരു സുന്ദരിയാവണം എന്നാണ് വി ആഗ്രഹിക്കുന്നത്. പിന്നെ പറയാനുണ്ടോ, വി കരുതുന്നു ഈവയെ കൊന്ന് ഈവയുടെ മുഖത്തിൻ്റെ തോലെടുത്ത് സ്വന്തം ശരീരത്തിൽ വെക്കാം എന്ന്, എന്നിട്ട് ഞാൻ ഈവയായി മാറാം എന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവളെ ക്ഷണിച്ചില്ല. നാളെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം, നാളെ നീ എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് വിടുകയാണ്. അന്നേരം ഈവ എടി നീ കണ്ണാടി നോക്ക്, നിന്റെ മുഖം ആകെ ഡ്രൈ ആയി മാറിയിരിക്കുന്നു, നീ എന്താ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ അത് മറന്നുപോയി, ഞാൻ വീട്ടിൽ പോയി ചെയ്തോളാം എന്ന് പറഞ്ഞ് വി അവിടുന്ന് പോവുകയാണ്. അതായത് വിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവളുടെ മുഖത്തുള്ള ഏഞ്ചലയുടെ മുഖത്തിൻ്റെ തോൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ്
ഫിറ്റായി നിൽക്കുന്നില്ല. കുറച്ച് ദിവസം മാത്രമേ കറക്റ്റായി ഫിറ്റായി നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് പതുക്കെ അത് ഊരി വീഴാൻ തുടങ്ങും. അതായത് ആ തോല് വീഴുന്നതിന് മുൻപേ മറ്റൊരാളെ കൊന്ന് അവരുടെ മുഖത്തിൻ്റെ തോലെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് വെച്ച് ഇഞ്ചക്ട് ചെയ്യണം. അങ്ങനെ പിറ്റേ ദിവസം ഈവയെ കൂട്ടി ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്ന് എങ്ങനെയൊക്കെയോ ആയി ഈവയെ കൺവിൻസ് ചെയ്ത് വി തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നാൽ വീടിനകത്ത് കയറിയ ഈവയ്ക്ക് ചൈനീസ് ഫുഡിൻ്റെ മണം അടിക്കുകയാണ്. അതേപോലെ വിയുടെ നടത്തമൊക്കെ കണ്ട് അത് ഏഞ്ചല ആണോ അല്ലയോ എന്നൊരു ആശയക്കുഴപ്പത്തിൽ ഇപ്പോൾ ഈവ പറയുന്നു, ഞാൻ തിരിച്ചു വീട്ടിലോട്ട് പോയിക്കോട്ടെ, എന്തിനാ ഇത്ര തിരക്ക് കാണിക്കുന്നത്, നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാം, വാ എൻ്റെ റൂമിലോട്ട് വാ എന്ന് പറയുകയാണ്. അത് കേട്ട് അവളും ഒന്ന് റൂമിലോട്ട് പോയി നോക്കുകയാണ്. അന്നേരം പെട്ടെന്ന് വി ഒരു കത്രിക എടുത്ത് ഈവയുടെ കണ്ണിലേക്ക് കുത്താൻ നോക്കുമ്പോൾ ഒരു വിധത്തിൽ ഒഴിഞ്ഞു മാറി ആ റൂം വിട്ട് പോകാൻ നോക്കുമ്പോൾ വി ആണെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വീടിൻ്റെ മെയിൻ ഗേറ്റ് ലോക്ക് ചെയ്തു വെച്ചിരുന്നു. ഈവ ഓരോ ഭാഗത്തേക്ക് ഓടി ഒടുവിൽ വെള്ളത്തിനടിയിൽ ഒളിച്ചു നിൽക്കാം എന്ന് കരുതി നിന്നെങ്കിലും അവളെ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നിട്ട് ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് അവളുടെ തലയിൽ ഡ്രില്ലിംഗ് മെഷീൻ ഓൺ ചെയ്ത് തലയിൽ കൊത്തി തലച്ചോർ പുറത്തെടുത്ത് കൊടൂരമായി കൊല്ലുകയും ചെയ്തു. എന്നിട്ട് ഈവയുടെ മുഖത്തിൻ്റെ തോല് ഊരിയെടുത്ത് വി തൻ്റെ മുഖത്ത് ഒട്ടിക്കാൻ ട്രൈ ചെയ്യുകയാണ്. എന്നാൽ ഒട്ടിക്കണമെങ്കിൽ അവളുടെ മുഖത്തുള്ള ഏഞ്ചലയുടെ തോല് ഊരി വരണ്ടേ. എന്നാൽ അത് ഊരി വരാൻ സമയമായിട്ടില്ല. അതിനാൽ വി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മുഖത്തിൻ്റെ തോൽ പതുക്കെ വലിച്ച് എടുക്കാൻ തുടങ്ങി. അന്നേരം ആരോ കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ അത് അടുത്ത വീട്ടിലെ മുത്തശ്ശിയായിരുന്നു. ഏയ് ഏഞ്ചല, നിനക്ക് കുറച്ചെങ്കിലും വിവരമില്ലേ? നീ വീട്ടിൽ നായയാണോ അതോ പട്ടിയെയാണോ വളർത്തുന്നത്? അതിൻ്റെ കുര കേട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഒന്നുകിൽ അതിനെ തല്ലിക്കൊല്ല്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കള എന്നൊക്കെ മുത്തശ്ശി കലിപ്പിൽ പറയുമ്പോൾ വി ആണെങ്കിൽ അവളുടെ പകുതി മുഖം മാത്രം കാണിച്ച് സോറി, ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം ആൻറ്റി എന്ന് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശി അവിടുന്ന് പോയതിനു ശേഷം ഈവയുടെ മുഖത്തിൻ്റെ തോല് കീറി മുറിച്ച് വി അവളുടെ മുഖത്തേക്ക് ഒട്ടിച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ വി ഈവയായി മാറിക്കഴിഞ്ഞു. ഈവയുടെ കണ്ണിൻ്റെ അതേ നിറത്തിലുള്ള കോണ്ടാക്ട് ലെൻസും പിന്നെ അവളുടെ അതേപോലത്തെ ഹെയർ കളർ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവളുടെ റീൽസ് വീഡിയോ ഒക്കെ കണ്ട് ഈവയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ പഠിക്കുകയാണ്. ഇതേ നേരം ആ വീട്ടിലേക്ക് പോലീസുകാർ എത്തുകയാണ്. എന്നിട്ട് ഇത് ഏഞ്ചലയുടെ വീടല്ലേ, സ്കൂളിൽ പഠിക്കുന്ന ഒരുത്തനെ കാണാനില്ല, അവൻ ഏഞ്ചലയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞു, അതുകൊണ്ട് വന്നതാ എന്ന് പറയുകയാണ്. ഏഞ്ചല എവിടെ പോയി, ആ പയ്യനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വി എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് പോലീസുകാരെ പറഞ്ഞു വിടുമ്പോൾ പോലീസ് ആണെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണം എന്ന് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ അതിനുശേഷം വി ഈവയുടെ വേഷത്തിൽ തന്നെ സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെയും പോലീസുകാർ വന്ന് ഏഞ്ചലയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ട് നിൽക്കുന്നത് കാണുകയാണ്. ഇനി പോലീസ് തന്നെ കണ്ടുപിടിക്കുമോ എന്ന് ഭയന്ന് വി ജാസ്മിനോട് വഴക്കിട്ട് നേരെ പ്രൊഫസറിനെ കാണാൻ പോവുകയാണ്. എന്തെന്നാൽ പ്രൊഫസറിന്റെ കയ്യിൽ ആണല്ലോ അവൾ അന്വേഷിക്കുന്ന പുസ്തകം ഉള്ളത്. എന്നാൽ ആ പുസ്തകം എവിടെയാ വെച്ചിട്ടുള്ളത് എന്ന് അവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും വീട്ടിൽ അവൾ കൊലപ്പെടുത്തിയ രണ്ടുപേരുടെയും, അതായത് ഏഞ്ചലയുടെയും ഈവയുടെയും ബോഡി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ബോഡി അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് സ്മെല്ലടിച്ച് നാട്ടുകാർ മൊത്തം അറിയും, പിന്നെ പോലീസ് പിടികൂടും എന്ന് മനസ്സിലാക്കി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ഒടുവിൽ അവരുടെ രണ്ടുപേരുടെയും ബോഡി കീറി മുറിച്ച് കഷ്ണങ്ങളാക്കി കൊണ്ടുപോയി കളയാൻ നോക്കുമ്പോൾ വീണ്ടും അവിടേക്ക് ആ മുത്തശ്ശി വന്ന് വഴക്കിടാൻ തുടങ്ങി. മുത്തശ്ശി അവിടെ നിൽക്കുന്നിടത്തോളം ബോഡി പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ബോഡി അവിടെ തന്നെ വെച്ചിട്ട് സൈക്കോയെ പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്കൊരു ഐഡിയ തോന്നുന്നത്. എന്തെന്ന് വെച്ചാൽ, അതായത് ഈവ ഒരു ഫോട്ടോ എടുത്തിരുന്നില്ലേ, അതായത് പ്രൊഫസറും വിയും ഒരു തെറ്റായ രീതിയിൽ നിൽക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഇപ്പോൾ നേരെ കോളേജിലെ മാനേജ്മെൻറ്റിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. അതിനാൽ മരിച്ചുപോയ ഏഞ്ചലയ്ക്കും പ്രൊഫസറിനും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി പ്രൊഫസറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എന്നാൽ കൃത്യമായ ഒരു തെളിവ് ഇല്ലാത്തതിനാൽ പ്രൊഫസറിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതേപോലെ സ്കൂളിൽ നിന്നും ഡിസ്മിസ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. വീട്ടിലെത്തിയ പ്രൊഫസറിന് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. വീണ്ടും ആ മരുന്ന് കണ്ടുപിടിക്കാനുള്ള പൊല്ലാപ്പിലാണ്. അതേ സ്ഥലത്താണ് ഈവയുടെ രൂപത്തിലുള്ള വിയും ഉള്ളത്. അങ്ങനെ ഒരു വിധത്തിൽ പ്രൊഫസർ ആ മരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നിട്ട് രണ്ട് തോലും ഒരുമിച്ച് വെച്ച് നടുവിൽ മരുന്ന് ഉറ്റിക്കുമ്പോൾ ആ രണ്ട് തോലും പരസ്പരം ഒട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇപ്പോൾ പ്രൊഫസറിന് സന്തോഷം താങ്ങാൻ ആവുന്നില്ല. പ്രൊഫസർ മരുന്ന് കണ്ടുപിടിച്ചത് അഴുകിപ്പോയ ആ ചീത്തയായ പൂവിൽ നിന്നാണ്. അങ്ങനെ ആ മരുന്ന് മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി ഒരു സീക്രട്ട് അറയിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്.
എന്നാൽ വി ആണെങ്കിൽ അത് അവന് പോലും അറിയാതെ കണ്ടുപിടിച്ച് അവിടെ ആയിരിക്കും അവൻ പുസ്തകവും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കരുതി ഓപ്പൺ ചെയ്ത് നോക്കിയെങ്കിലും അവിടെ പുസ്തകമില്ല, ആ മരുന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ആ മരുന്ന് കയ്യിലിരിക്കട്ടെ എന്ന് കരുതി മരുന്നെടുത്ത ശേഷം പ്രൊഫസറിനോട് സർ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് വി അവിടെ നിന്ന് പോവുകയാണ്. ശേഷം പ്രൊഫസർ വീണ്ടും ആ മരുന്ന് ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് പോയി നോക്കുമ്പോൾ മരുന്ന് കാണാനില്ല. ഈവയായിരിക്കും മരുന്ന് കൊണ്ടുപോയത്. അവൾക്ക് എന്തിനാണ് ഈ മരുന്ന് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും നേരം തൻ്റെ കൂടെ ഉണ്ടായത് ഈവയല്ല വി ആണ് എന്ന് പ്രൊഫസറിനും മനസ്സിലായി. അതേപോലെ വിയുടെ ആ പുസ്തകം പ്രൊഫസർ മറ്റൊരു സീക്രട്ട് അറയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അങ്ങനെ വീട്ടിലെത്തി വി അവളുടെ തൊടയിലെ കുറച്ച് തോല് മുറിച്ചു മാറ്റി പ്രൊഫസർ കണ്ടുപിടിച്ച മരുന്ന് ഉറ്റിച്ച് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് കൃത്യമായി കൂടിച്ചേരുന്നത് കണ്ട് മരുന്ന് സക്സസ് ആയി എന്ന് മനസ്സിലാക്കുകയാണ്. ഇനി മുഖത്തേക്ക് പരീക്ഷിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ കൃത്യം അവിടേക്ക് ഫ്രണ്ടുകാരി ജാസ്മിൻ എത്തുകയാണ്. വിയുടെ മുഖത്ത് ഇപ്പോൾ ഈവയുടെ തോല് ഇല്ലല്ലോ. വിയെ കണ്ട ജാസ്മിൻ നിനക്ക് എന്ത് പറ്റി, മുഖമെല്ലാം ചുവന്നിരിക്കുന്നല്ലോ, നീ എന്താ ഈവയുടെ വസ്ത്രം ധരിക്കുന്നത് എന്നൊക്കെ ഫ്രണ്ട്ലി ആയി ചോദിച്ച് എടി ഏഞ്ചലയും ഈവയും എവിടെ പോയി, നിനക്ക് എന്തേലും അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും പുറത്തു പോയി എന്ന് പറയുകയാണ്. ശരി, ഇന്ന് രാത്രി നമ്മൾ 4 പേരും ഈവയും ഏഞ്ചലയും ഞാനും നീയും ചേർന്ന് ചൈനീസ് ഫുഡ് കഴിക്കാം, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡല്ലേ, നമ്മൾ ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഈവയുടെയും ഏഞ്ചലയുടെയും ബോഡി പാർട്സ് കഷ്ണങ്ങളാക്കി വെച്ചത് കാണുന്നത്. പിന്നെ പറയാനുണ്ടോ, ഇവൾ പോലീസിൽ പറയും എന്ന് കരുതി അവളുടെ തലയിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് ചുറ്റി ശ്വാസം മുട്ടിച്ച് ഒടുവിൽ ജാസ്മിനെയും കൊലപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ ഫ്രണ്ടിനെ കൊലപ്പെടുത്തിയതിനാൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനോവിഷമം വരികയും അതിനാൽ അവളെ കെട്ടിപ്പിടിച്ച് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരയുകയാണ്. അങ്ങനെ അന്ന് രാത്രി പ്രൊഫസർ വിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വന്നിട്ട് എവിടെയാ ഈവ എന്ന് ചോദിക്കുമ്പോൾ എടാ എൻ്റെ അച്ഛൻ അത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ, അത് ഉപയോഗിച്ച് നീ മരുന്നുണ്ടാക്കി അല്ലേ, അച്ഛൻ്റെ കഷ്ടപ്പാടാണ്, അതിനെ നിനക്ക് അങ്ങനെ ഞാൻ വിട്ടുതരില്ല എന്ന് പറയുമ്പോൾ എടി നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, നീ എന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, അതിനാൽ നീ മര്യാദയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോയിക്കോ, എന്നാൽ എനിക്ക് ഞാൻ ഉണ്ടാക്കിയ മരുന്ന് വേണം, അത് എവിടെയാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് വി കൊടൂരമായി ചിരിച്ച് അതാണോ, അതാ ദേ ആ ഫ്രിഡ്ജിൽ ഉണ്ട്, പോയി എടുത്തോ എന്ന് പറയുകയാണ്. അത് കേട്ട് പ്രൊഫസർ പോയി ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ ഈവയുടെ തല നിർത്തിപ്പൊരിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ട് സ്തംഭിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വി പുറകിലൂടെ വന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അവൻ്റെ കഴുത്തിൽ കുത്തി അവൻ്റെ ബോധം കെടുത്തി കിടത്തുകയാണ്. ശേഷം അവൻ്റെ അടുത്തേക്ക് ചെന്ന് എടാ നീ കണ്ടുപിടിച്ച മരുന്ന് നല്ല രീതിയിൽ വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ അത് പരീക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പ്രൊഫസറിൻ്റെ കഴുത്തിലെ ഒരു കഷ്ണം തോല് മുറിച്ചു മാറ്റി അവിടേക്ക് മറ്റൊരു തോല് പിടിപ്പിച്ചു വെച്ച് അവിടേക്ക് പ്രൊഫസർ കണ്ടുപിടിച്ച മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഫലമായി സംഭവിച്ചത് മറ്റൊന്നാണ്. അതായത് തുടക്കത്തിൽ വിയുടെ അച്ഛന് എന്താണോ സംഭവിച്ചത് അതേപോലെ പ്രൊഫസറിനും സംഭവിക്കാൻ തുടങ്ങി. അതായത് അച്ഛൻ ചീഞ്ഞഴുകിയ പൂവിൽ നിന്നാണ് മരുന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്, അതിനാൽ അച്ഛൻ മരിച്ചുപോയി. അതേപോലെ ഇപ്പോൾ പ്രൊഫസറിൻ്റെ ശരീരവും അതേപോലെ അവൻ്റെ വായയും കണ്ണും മൂക്കും എല്ലാം പതുക്കെ മൂടി അടയാൻ തുടങ്ങി. ശ്വാസം കിട്ടാനാവാതെ പ്രൊഫസർ മരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് വി ചിരിക്കുകയാണ്. അന്നേരം അയൽവാസി മുത്തശ്ശി ആ ശബ്ദം കേട്ട് വീടിനകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് വീടിനകത്ത് ഉള്ള കാഴ്ച കണ്ട് പേടിച്ച് അയ്യോ കൊലപാതകം കൊലപാതകം എന്ന് പറഞ്ഞ് പേടിച്ച് വീട് വിട്ട് ഓടിപ്പോവുകയാണ്. അതേപോലെ വി ആണെങ്കിൽ ഇനി ഇവിടെ നിന്നാൽ എന്നെ പോലീസ് പിടിക്കും എന്ന് ഭയന്ന് അവളും ആ വീട് വിട്ട് ഓടിപ്പോകാൻ തുടങ്ങി. നേരത്തെ ഓടിപ്പോയ മുത്തശ്ശി പോലീസിൽ എല്ലാ കാര്യവും പറയുകയും പോലീസും കൂടെ ചേർന്ന് വിയെ അന്വേഷിക്കാൻ തുടങ്ങി. വി ആണെങ്കിൽ വെപ്രാളപ്പെട്ട് ഓരോ ഭാഗത്തേക്കായി രക്ഷപ്പെട്ട് ഓടി ഒടുവിൽ ആദ്യം ഒരു റോഡ് സൈഡിൽ കണ്ടുമുട്ടിയ ജോൺ എന്ന ഒരുത്തനിലെ മുഖമൊക്കെ വൃത്തികേട് ആയിട്ടുള്ള ആ മനുഷ്യന്റെ അടുത്ത് എത്തി ജോൺ അങ്കിളെ പ്ലീസ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ജോണിന്റെ പുതപ്പിനുള്ളിൽ പോയി ഒളിഞ്ഞു നിൽക്കുകയാണ്. അന്നേരം അവിടേക്ക് എത്തിയ പോലീസ് ചോദിക്കുമ്പോൾ അങ്ങനെയൊരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ജോൺ പറയുകയും ചെയ്തു. എന്നാൽ പുതപ്പിനകത്ത് കയറിയ വിയുടെ കയ്യിൽ പ്രൊഫസർ കണ്ടുപിടിച്ച മരുന്നുണ്ടായിരുന്നില്ലേ, അത് ഉടഞ്ഞ് അതിലെ മരുന്ന് വിയുടെ ശരീരത്തിലേക്ക് അതേപോലെ ജോണിന്റെ ശരീരത്തിലേക്കും വീഴുകയും ഇപ്പോൾ രണ്ടുപേരുടെയും ശരീരം ഒന്നായി ചേരാൻ തുടങ്ങി. ആ സീൻ അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ വിയുടെ ആൻറ്റിയെ കാണാം. തൻ്റെ മകളെ ഏഞ്ചലയെ കൊലപ്പെടുത്തിയത് വി ആണെന്ന് ആൻറ്റിക്ക് നന്നായി അറിയാം. അന്നേരം ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് കാണുകയും അത് വി ആണെന്ന് കരുതി പുറകെ ചെന്ന് ഏയ് വി അവിടെ നിൽക്ക് എന്ന് പറയുകയാണ്. അന്നേരം ആ കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അത് വി അല്ല മറ്റാരോ ആണ്. വി എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കൊടൂര രൂപത്തെ കണ്ട് പേടിച്ച് ആൻറ്റി ഓടുകയാണ്. ആ രൂപം മറ്റാരുടെയും അല്ല, ജോണിൻ്റെയും വി
തീയുടെയും ശരീരം ഒന്നായി ചേർന്ന് ഉണ്ടായ പുതിയ ഒരു രൂപമാണ്. ചീത്തയായ അഴുകിയ പൂവിൽ നിന്ന് നിർമ്മിച്ചത് കൊണ്ടാണ് ഇങ്ങനെ അഴുകിയ നിലയിൽ വികൃതമായ രൂപമായി മാറിയത്. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ പലതും ചെയ്യാറുണ്ട്, പല കൃത്രിമമായിട്ടുള്ള മരുന്നുകൾ ഒക്കെ പുരട്ടാറുണ്ട്. എന്നാൽ അതിൻ്റെ അവസാനം ചെന്നെത്തുന്നത് ഇതേപോലെ ആയിരിക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന സൗന്ദര്യത്തെ നമ്മൾ സംരക്ഷിച്ചു മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റൊരാളെ കാണുമ്പോൾ അവളെ പോലെ അല്ലെങ്കിൽ അവനെ പോലെ എനിക്കും ആയി മാറണം എന്ന് തീരുമാനിച്ച് വെളുത്തിട്ട് പാറുന്ന ക്രീമൊക്കെ തേച്ച് യഥാർത്ഥ നമ്മളെ മറ്റൊരാളാക്കി മാറ്റാൻ ശ്രമിച്ചാൽ അവസാനം നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം കൂടി നഷ്ടപ്പെട്ട് മറ്റൊരു വികൃതമായ രൂപമായി മാറും എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.